ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എന്താണോ ഇന്നലെ പറഞ്ഞത് അതുപോലെ തന്നെ എക്സാക്ട്ലി സംഭവിച്ചു ഇല്ലേ എന്നൊന്ന് ഞാനിത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. ദൈവം സഹായിച്ച് നമ്മൾ പറയുന്നതൊക്കെ അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ആ ലെവലുകളൊക്കെ വളരെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇത് നമ്മുടെ ക്രെഡിറ്റായിട്ടൊന്നും പറയുകയല്ല, എങ്കിലും നമ്മുടെ സ്റ്റഡീസൊക്കെ വളരെ കറക്റ്റായിട്ട് അത് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതിനകത്തിൽ നിങ്ങൾക്കും അത് പിന്തുടർന്ന് പ്രോഫിറ്റൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഒത്തിരി പേര് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. എനിവേ, അപ്പം നമുക്ക് ഇന്നലെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇന്നലെ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻസിലായിരുന്നു. ആ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് അപ്പം ഇന്നലത്തെ US മാർക്കറ്റ് കൂടെ രാത്രി നല്ലപോലെ ഇടിഞ്ഞപ്പം എല്ലാവർക്കും പക്കയായിരുന്നു ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകുമെന്നുള്ള കാര്യം, ഒരു ഫോൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഓൾറെഡി കൺഫേം ആയിരുന്നു അല്ലേ? അപ്പം ഓക്കെ, അതിനു മുമ്പേ ഈ എല്ലാം പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം പറയണമല്ലോ. ഇപ്പം നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ചാനൽ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചാനൽ തുടങ്ങിയിട്ട് ആദ്യമൊക്കെ എല്ലാവർക്കും നല്ല പ്രതികരണമായിരുന്നു, കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോയി. പക്ഷേ ഇപ്പം നിലവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും വ്യൂസ് വളരെ കുറവാണ്. അപ്പം ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരാണ്? നിങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്തെങ്കിൽ ഇതിപ്പോൾ എന്നെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങളിതിനെ പ്രൊമോട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിലോ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിലോ എന്തെങ്കിലും ഒരു മാറ്റം, ചെറിയൊരു ചലനമെങ്കിലും എൻ്റെ ഈ വീഡിയോയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് ദയവായിട്ട് ഓർപ്പിക്കുന്നു. അത് മാത്രമല്ല, ഇന്നലെ എനിക്കിതിനെപ്പറ്റി വലിയ കൂടുതൽ ഗ്രാഹ്യമൊന്നുമില്ല ഈ യൂട്യൂബിൻ്റെ ഈ ചാനലിനെ പറ്റി. പക്ഷേ ഇന്നലെ ഒരാൾ പറഞ്ഞത് നമ്മളതിനകത്ത് സെറ്റിങ്സിലൊക്കെ കയറി നോക്കി കഴിഞ്ഞപ്പോൾ ഈ കാണുന്നവരിൽ പകുതി അധികം പേരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇത് കാണുന്നത്. അത് ഒരു വളരെ നിരാശാജനകമായ കാര്യമാണ്. അതിൻ്റെ ഗ്രാഫ് കണ്ടാൽ അറിയാം, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരുള്ള ഗ്രാഫ് അതിനകത്ത് അതിനകത്തുണ്ട്. അനലിറ്റിക്സിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ, ഞാനിതിപ്പോൾ എൻ്റെ സ്റ്റോറി ബോർഡിലും എൻ്റെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലൊക്കെ ഞാനിത് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിവതും നിങ്ങളുടെ വാട്സപ്പിൽ ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയും ചെയ്യുക. അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങളിത് കാണുന്നെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനെങ്കിലും ഒന്ന് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നെങ്കിൽ മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, ഒരു കാരണവശാലും ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും 10 പൈസയുടെ ഗുണം ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ളവരിലോ ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പ്രൈസ് ആക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടല്ലോ. നമ്മുടെ പ്രൈസ് ആക്ഷന് പഠിച്ചതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ട്രേഡ് എടുക്കാനും വിജയിപ്പിക്കാനും ആ കറക്റ്റ് പാറ്റേൺസൊക്കെ ശരിക്കും മനസ്സിലാക്കാനൊക്കെ പറ്റി. ഇന്ന് നമുക്കൊരു പ്രൈസ് ആക്ഷൻ ഉണ്ട് അതിൽ, ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റ് ഇപ്പോൾ ഇന്ന് ഒരു ചെറിയ ഗ്യാപ്പപ്പിലാണ് മിഡ് ക്യാപ്പ് ഓപ്പൺ ചെയ്തെങ്കിൽ നേരെ താഴോട്ട് വന്നു അല്ലേ? താഴോട്ട് വന്നതിന് ശേഷം നേരെ താഴോട്ട് വന്നതിന് ശേഷം നമ്മുടെ കറക്റ്റ് നമ്മൾ വരച്ച ലൈനിൽ സപ്പോർട്ട് എടുത്തില്ലേ? സപ്പോർട്ട് എടുത്തിട്ട് നേരെ തിരിച്ച് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി, നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി. ഈ ഫോമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു PE കോളാണ് പറഞ്ഞത് അല്ലേ? PE കോളാണ് പറഞ്ഞത്. അതിന് ശേഷം മാർക്കറ്റ് നേരെ കുറച്ച് കൺസോളിഡേറ്റ് ചെയ്തു, ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് പോയി. പിന്നെ മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു അല്ലേ? നമുക്കപ്പം ഏകദേശം ഒരു 10-25 പോയിൻറ്റ് നമുക്ക് ഇവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഇതിനകത്ത് ഇവിടെ ഒരു ലോജിക്കുണ്ട്. എന്ത് ലോജിക്കാണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ, ഈ ഫസ്റ്റ് ക്യാൻഡിൽ, ഓക്കെ, ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ വന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ടച്ച് ചെയ്തതിന് ശേഷം നേരെ തിരിച്ചു പോയി ഇവിടെ ക്ലോസ് ചെയ്തില്ലേ? അടുത്തത് വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായെങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡിൽ എന്ത് സംഭവിച്ചില്ല? ഒരിക്കലും ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തില്ല. ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ ഫസ്റ്റ് ക്യാൻഡിൽ, മദർ ക്യാൻഡിൽ എന്ന് പറയും ഈ ക്യാൻഡിലിന്. ഈ മദർ ക്യാൻഡിലിനെ ഇത് ക്ലോസ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി PE തന്നെയാണെന്ന് പറയാം. അതേസമയം ഈ ഗ്രീൻ ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. പിന്നെ നമ്മൾ ഇവിടെ വരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ? പക്ഷേ ഒരിക്കൽ പോലും ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തില്ല. ഇതിൻ്റെ ഒരു 50% പോലും വന്നില്ല. ഈ ടോട്ടൽ ക്യാൻഡിൽ ഇവിടുന്ന് ഈ ടോട്ടൽ ക്യാൻഡിൽ ഒരു 50% പോലും എന്തില്ല? ഈ ക്യാൻഡിലിന് ഒരു സ്ട്രെങ്ത് ഇല്ല ഇല്ലേ? അതിന് ശേഷം അടുത്ത റെഡ് വന്നത് ഈ ഗ്രീൻ ക്യാൻഡിൽ താഴെയാണ് ക്ലോസ് ചെയ്തത്. ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തെങ്കിൽ ഇത് അടുത്ത് നമ്മുടെ മദർ ക്യാൻഡിൽ ഏതാ? ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നിടത്തോളം നമുക്കൊരു PE വ്യൂ തന്നെയാണ് എപ്പോഴും
ഉള്ളത്. അങ്ങനെയാണ് നമ്മളിവിടെ ഒരു ട്രേഡ് എടുത്തത്. ഒരിക്കലും നമ്മുടെ ഇതിന് മുകളിലൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തില്ല. മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ ക്യാപ്ചർ ചെയ്തു ഇല്ലേ. നമ്മൾ രാവിലെ 10:30 ആയപ്പോൾ നമ്മൾ പരിപാടി നിർത്തി ഇറങ്ങി. ഇവിടെ ഈ 3 ക്യാൻഡിലാന്ന് തോന്നുന്നു. ഇവിടെയോ നമ്മൾ ഇറങ്ങി. കറക്റ്റ് നമുക്ക് ഏകദേശം ഒരു 30-35 പോയിൻറ്റോളം നമുക്ക് കിട്ടി. 65-70 നമ്മൾ കയറിയിട്ട് 31,000 PE നമ്മൾ 68-70 നമ്മൾ കയറിയിട്ട് ഏകദേശം 100-105 നമുക്ക് ഇറങ്ങാൻ പറ്റി. അപ്പോൾ ഒരു 30-35 പോയിൻറ്റ് നമുക്കിവിടെ കിട്ടി. നമ്മളിവിടെ കൊണ്ട് ട്രേഡ് അവസാനിപ്പിച്ചു ഇല്ലേ. പിന്നെ നമ്മളൊരു പരിപാടിക്കേ നിന്നില്ല. അന്നത്തെ പരിപാടി അതുകൊണ്ട് നമ്മൾ നിർത്തി. അപ്പം പിന്നെ ഇത് മാർക്കറ്റ് പിന്നെ ഇങ്ങോട്ട് കുറച്ച് ഇങ്ങനെ വീണതിന് അവസാനം തിരിച്ച് മാർക്കറ്റ് ഇത് അതുപോലെ തന്നെ റീബൗണ്ട് ചെയ്ത് എവിടെയാണോ ഓപ്പൺ ചെയ്ത് ഏകദേശം ആ ഏരിയയിലൊക്കെ തന്നെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ അവസാനം വരെ ഇത് കൈ പിടിച്ചുകൊണ്ടിരുന്നെങ്കിലോ ഒന്ന് കയ്യിലുള്ളത് കൂടെ പോകത്തുള്ളൂ. അതേസമയം നമ്മൾ രാവിലെ 10 പരിപാടി അവസാനിപ്പിച്ച് നമ്മൾ വേറെ പരിപാടിക്ക് പോയപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ ഇരുന്നു. പിന്നെ ഇത്രയും നേരം മാർക്കറ്റ് ടെൻഷൻ അടിച്ചിരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു. അതാണ് ഈ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഒരു ട്രേഡ് കിട്ടി, നമ്മൾ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചു, ലാഭം എടുത്ത് നമ്മൾ മാറിപ്പോവുക. അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ മനസ്സിനെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അതിനുശേഷം ഇനി നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. പിന്നെ നമ്മൾ കറക്റ്റ് നമ്മുടെ സപ്പോർട്ട് നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ വന്ന് നമ്മൾ സപ്പോർട്ട് എടുത്തു. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ഹിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു കോൾ എടുത്തായിരുന്നു. കോൾ എടുത്ത് നമ്മളിവിടെ ഹിറ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇതിനകത്ത് ഒരു കൺസോൾട്ടേഷൻ നടന്നു. പിന്നെയും മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് റീബൗണ്ട് ചെയ്തു. ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് റീബൗണ്ട് ചെയ്യുന്നുള്ള കാര്യം 100% ഉറപ്പായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു 13,000 നമുക്ക് സ്ട്രോങ് സപ്പോർട്ടാണെന്ന്. ഞാൻ എൻ്റെ 2 വീഡിയോയിലും കഴിഞ്ഞ തലേദിവസം ഈ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു 13,000 നമുക്ക് കറക്റ്റ് ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടാണ്. അത് മാത്രമല്ല നമ്മളിതിൻ്റെ ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഫ്യൂച്ചറിൻ്റെ ചാർട്ടായത് ഇതൊരു സ്ട്രോങ് സപ്പോർട്ട്. അതായത് 13.56 ആ റേഞ്ച് 70 റേഞ്ച് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫ്യൂച്ചറാണ്. അതൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. പല പ്രാവശ്യം അവിടെ സപ്പോർട്ട് എടുത്തിട്ട് വന്ന് മാർക്കറ്റ് തിരിച്ച് കയറി പോയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട ഇവിടെ വന്ന് എടുത്തു അങ്ങനെ പല പ്രാവശ്യം സപ്പോർട്ട് എത്തണം. അപ്പോൾ ഈ ഫ്യൂച്ചർ ഒരിക്കലും ഇത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ തിരിച്ച് കയറി. ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അടുത്ത ക്യാൻഡിൽ തിരിച്ച് കയറി. ഇവിടെയും ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ സസ്റ്റെയിൻ ചെയ്തില്ല, റിജക്ഷൻ വന്നു. അങ്ങനെ നമുക്കപ്പോൾ ഇവിടെയാണ് ഞാനൊരു ട്രേഡ് പിന്നെ സ്വന്തമായിട്ട് ട്രേഡ് എടുത്തു. ആരോടും പറഞ്ഞില്ല, ഗ്രൂപ്പിലും പറഞ്ഞില്ല. ഇവിടെ സ്വന്തമായിട്ടൊരു ട്രേഡ് എടുത്തു ഏകദേശം എനിക്കൊരു 45 പോയിൻറ്റ് ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. മനസ്സിലായി? കാരണം നമ്മൾ ഈ ഫ്യൂച്ചറിൻ്റെ ആ ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നപ്പോൾ ഈ ബോട്ടം നമ്മൾ SL വെച്ചുകൊണ്ട് ഇവിടുന്ന് നമ്മളൊരു ട്രേഡ് എടുത്തു. കറക്റ്റായിട്ട് നമുക്ക് ഇവിടം വരെ നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൈസ് ആക്ഷനും ഈ ചാർട്ടും ഫ്യൂച്ചറും ഒക്കെ പഠിക്കണം. അത് മാത്രമല്ല നമ്മൾ ഈ സമയത്ത് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 13,000 ഭയങ്കര പുട്ട് റേറ്റിംഗ് ആണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസിലും ഭയങ്കരമായിട്ട് പുട്ട് റേറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കി ക്ലബ് ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. അങ്ങനെ ട്രേഡ് എടുക്കാൻ നിങ്ങൾ ഏബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാതെ ഒരു രക്ഷയില്ല. കോൾ എടുത്ത് നിങ്ങൾക്ക് ഒരിക്കലും സക്സസ് ആകാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ കോൾ തന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഇത് തന്നെ കണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി ഇവിടെ നോക്കി, ഈ ക്യാൻഡിനെ ഇത് ക്രോസ് ചെയ്തില്ല. അപ്പോൾ നമുക്കിത് SL ഇവിടെ ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാവും? നമ്മൾ സ്വന്തമായിട്ട് നിരന്തരമായിട്ട് ചാർട്ടിനകത്ത് പരിചയിക്കണം. മനസ്സിലായി? നമ്മൾ നിരന്തരമായിട്ട് ചാർട്ടിനകത്ത് പരിചയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ആക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ പ്രൈസ് ആക്ഷൻസ് പഠിക്കണം. ഓരോ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ എങ്ങനെ പാറ്റേൺ രൂപപ്പെടുന്നു, ഇതൊക്കെ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച് നോക്കും. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും സ്വന്തമായിട്ട് പഠിക്കാതെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? എത്ര നാൾ നിങ്ങൾ സ്റ്റാഫിനെ വെച്ച് ഓടിക്കും? മനസ്സിലായി? സ്റ്റാഫ് കാണിക്കുന്ന കള്ളത്തരവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികൾ തിരിമറികൾ നിങ്ങൾ കണ്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ പറ്റി അറിയണം. എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റൊരാളുടെ കോളിനെ ആശ്രയിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതും സ്വന്തമായിട്ട് ട്രേഡ് കണ്ടുപിടിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മനസ്സിലായി? അപ്പോൾ നമുക്ക് കറക്റ്റ് ഐഡിയ കിട്ടി എവിടെ കയറണം എവിടെ ഇറങ്ങണം എന്നുള്ളത് നമുക്ക് തന്നെ കറക്റ്റ് അറിയാം. മറ്റേത് നിങ്ങളൊരു കോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോൾ തരുന്ന ആളുടെ റെസ്പോണ്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അവരുടെ ഇൻഫർമേഷൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം എവിടെ ഇറങ്ങണം എന്നുള്ള കാര്യം. മനസ്സിലായി? അപ്പം പക്ഷേ നമുക്കിത് നേരത്തെ പഠിക്കാൻ പറ്റിയെങ്കിലോ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം എവിടെ ഇറങ്ങണം, എവിടെ ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ?
അതുകൊണ്ട് നിങ്ങൾ സ്വയം പഠിക്കുക, ചാർട്ടിനകത്ത് പരിചയിക്കുക, പ്രൈസ് ആക്ഷൻ പഠിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം. അതിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പഠിക്കുക. ഇതൊക്കെ ക്ലബ് ചെയ്ത് നമുക്ക് നല്ലപോലെ ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് ഞാനിതിപ്പോൾ ഇത് പിന്നെ എൻ്റെ ക്രെഡിറ്റിന് വേണ്ടി ഞാൻ പറയുന്നതല്ല. നിങ്ങളിതൊക്കെ പഠിക്കുക, പ്രൈസ് ആക്ഷനും പിന്നെ OIയുടെ അനാലിസിസ്, എങ്ങനെ OI നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നതെന്നും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ കാണുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാൻ. നാളെ ഇനി ഇപ്പം US-ൻ്റെ GDP വന്നു, അത് പോസിറ്റീവാണ്. അതുകൊണ്ട് നാളെ ചിലപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പപ്പിലുണ്ടോ ഓപ്പൺ ആകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇനി എന്തുവാണെന്ന് അറിയത്തില്ല. എനിവേ, നമുക്ക് നാളത്തെ ലെവലിലോട്ട് നമുക്ക് പോവാം. അപ്പം ഇന്നത്തെ ലെവലുകൾ വളരെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തു. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ ലെവലിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഓക്കെ, മാർക്കറ്റ് ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് കുറച്ചുകൂടെ താഴോട്ട് ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഇത് ഫൈൻ ട്യൂണായി വരും കേട്ടോ. നമുക്ക് ഇതെടുക്കാൻ പറ്റും. ഇത് വേണ്ട, ഇത് ശരിയല്ല. ഇത് വേണമെങ്കിൽ നമുക്കൊരു ബേസ് ലൈൻ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്ക് ഈ ബേസ് ലൈൻ ഇങ്ങനെ തന്നെ നിന്നോട്ടെ. ഈ ബേസ് ലൈൻ ഒരിക്കലും മാറ്റണം. ഇതൊരു പ്രധാനപ്പെട്ട ബേസ് ലൈനാണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സപ്പോർട്ടായിട്ട് തന്നെ ഇരുന്നോട്ടെ. മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടെ. നാളെ പക്ഷെങ്കിൽ ഒരു ഗ്യാപ്പപ്പിനാണ് സാധ്യതയെങ്കിൽ, ഗ്യാപ്പപ്പാണ് നാളെ ഉണ്ടാകുന്നതെങ്കിൽ ഇതിന് മുകളിലോട്ട് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇത് ഫ്ലാറ്റ് ഓപ്പണിങ് ഇവിടെ തട്ടി തിരിച്ച് വരുമോ, അല്ലെങ്കിൽ ഇതിന് മുകളിലോ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് മേലോട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഇതിനെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. 13,200 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. രണ്ടാമത്തെ ടാർഗറ്റ് നമ്മുടെ ട്രെൻഡ് ലൈനാണ്. പണ്ട് നമ്മുടെ വീക്കിലി അനാലിസിസ് പറഞ്ഞിരിക്കുന്ന ട്രെൻഡ് ലൈനാണ് നമുക്കിനി അടുത്ത ടാർഗറ്റ്. ഓക്കെ, അപ്പം ഇത് 30 ആക്കിയേക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, അപ്പം ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് 13,137 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 13,200 ആയിരിക്കും. പിന്നെ അടുത്ത ട്രെൻഡ് ലൈൻ ആയിരിക്കും. ഇതൊരു ബേസാണ് മേളിലത്തെ കാണുന്നത്. ഓക്കെ, താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഇങ്ങനെ ഒരു കോള് എടുക്കാൻ പറ്റും. അടുത്തത് ഇങ്ങനെയായിരിക്കും. പക്ഷേ നാളെ താഴോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ഇതുപോലൊക്കെ തന്നെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. അതൊക്കെ ചിലപ്പോൾ ഭാവിയിൽ ആവശ്യം വരും. അങ്ങനെ ഇരുന്നോട്ടെ. നാളെ മോളോട്ടാണ്, ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ 13,137 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. ഇതിങ്ങോട്ട് നീക്കി വെക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇതിന് മാറ്റങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെയാണ്. അപ്പം നാളെ ഫ്ലാറ്റ് 30-40 പോയിൻറ്റിനകത്ത് ഗ്യാപ്പപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് മേലോട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം. ഇതാണ് നാളത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റികൾ. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എല്ലാവരും ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട്, ഞാൻ വീണ്ടും പറയുന്നു, എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കാൻ ശ്രമിക്കുക. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ്. കുറേ പേര് എന്നോട് ചോദിച്ചു, പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഈ ലെവലിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടാൻ വല്ല എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന്. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിനോട് തന്നെ അനുബന്ധിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ലെവലുകൾ കിട്ടാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.